ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. രാജമഹേശ്വരനാ മിശിഹായണയുന്നു. കഴുതക്കുട്ടിയതാ വാഹനമാകുന്നു. വീതികൾ തോറും ജൈവിളികൾ മാറ്റൊലി തീർക്കുന്നു. ഓശ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു. ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആദ്യമായിട്ട് 2026 നെഥാനിയ കമ്മ്യൂണിറ്റിയിലെ ഓശാന ആഘോഷിക്കുകയാണ്. ഇതുവരെ ഇവിടെ ഇങ്ങനൊരു ആഘോഷം നടന്നിട്ടില്ലല്ലേ? അതെനിക്ക് തോന്നുന്നു ദൈവം പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ഈ വർഷം ജെറുസലേമിൽ ഓശാനയുടെ തിരുക്കർമ്മങ്ങളില്ല. ആദ്യമായിട്ടാണ് ജെറുസലേമിൽ ഇങ്ങനൊരു അവസ്ഥ നമുക്ക്. പക്ഷേ അത് ഒരു പക്ഷേ മറ്റിടങ്ങളിൽ ഓശാന തിരുക്കർമ്മം നടത്താനായിട്ട് ദൈവം വഴിയൊരുക്കിയതാകാം. നമുക്കങ്ങനെ വിശ്വസിക്കാം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. പിന്നെ ഞാനിതിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന വിശ്വനാണ്. അപ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പരേതരായ അൽബച്ചാടത്തെ കുടുംബത്തിൽ നിന്നും പരേതരെ ഓർക്കാം. പരേതനായ KM മാത്യു, 7ാം ചരമദിനം ആചരിക്കുന്ന വർഗീസ് യാക്കോ, പരേതരായ സെബാസ്റ്റ്യൻ, ബിജു ആൻ്റണി, ഇവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെ ആയിരിക്കും നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ തിരുക്കർമ്മങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും വിശുദ്ധമായ ചിന്തകളോടെ ഈ ഓശാനയുടെ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു.
മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തോമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നെഞ്ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. കടങ്ങൾ പൊറുത്തതു ഞങ്ങൾക്കുള്ള കടം ബാധ്യതയും ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, അങ്ങേക്ക് ഹോസാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഹോസാന പാടി അങ്ങേതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങേതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹാ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിന്റെയും നാഥായ എന്നേക്കും. പേജ് 36. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ. ശിശുക്കൾ ഓശാന ഗീതങ്ങളാൽ സ്തുതിച്ച പുത്ര, അങ്ങയുടെ ആരാധകരെ സദയം രക്ഷിക്കണമേ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ. നാമല്ല അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവിടുത്തെ ജനവും മേച്ചിസ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. കർത്താവ് നല്ലവനാകുന്നു, അവിടുത്തെ കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഓർസ്ലേമിൻ ശിശുക്കൾ അവസാന ഗീതങ്ങളാൽ സ്തുതിച്ച പുത്ര, അങ്ങയുടെ ആരാധകരെ സദയം രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്ക് പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഹോശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാനുദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമോതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പാവനപാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ. സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള അങ്ങയുടെ ആഘോഷപൂർവമായ പ്രവേശനത്തിന് ഓർമ്മയാചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ.
സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായി അങ്ങയുടെ വലത് കരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും അങ്ങയുടെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് അങ്ങേതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ അങ്ങയുടെ പ്രത്യാഗമനത്തിൽ അങ്ങേതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സ്ഥലത്തിന്റെയും നാഥായ നയിക്കും. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവരെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ ഭൂമിയിൽ ഹോശാന, ദാവീദിൻ സൂര്യനിൽ ഹോശാന, 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 ദാവീദിൻ സുതൻ ഹോശാന, ഹോശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ഹോശാന, ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന, ഹോശാന. ജീവിളിയ ചില്ലകളുണരുന്നു, പാതകളിൽ തോരണമിളകുന്നു. ദൈവസുതൻ വിനയ വിരാജിതനായി അടയുന്നു നഗര കവാടത്തിൽ. ഹോശാന, ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന, ഹോശാന. വിണ്ടലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. വാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. ഹോശാന, ഹോശാന. നമ്മൾ പ്രദക്ഷിണമായിട്ടാണ് ദേവാലയത്തിലേക്ക് പോവുക. ആ പ്രദക്ഷിണത്തിന്റെ ക്രമപ്രകാരമാണ് ഏറ്റവും മുമ്പിൽ ആരെങ്കിലും ഒരു കുരിശ് പിടിക്കാമോ? ചേട്ടന്മാര് ഒന്ന് വന്നേ, ഒരു കുരിശെടുത്ത് രണ്ടുപേര് തിരി. ഏറ്റവും ഫ്രണ്ടില് തൊട്ട് പുറകിൽ അച്ഛൻ്റെ പുറകിൽ രണ്ട് വരിയായിട്ട് നമ്മുടെ വിശ്വാസ സമൂഹം. എന്നിട്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ ചെല്ലുന്ന അവിടെ നിന്ന് പ്രാർത്ഥനയുണ്ട്, ഓശാന മുട്ടുണ്ട്. മൂന്നാമത്തെ മുട്ടിനായിരിക്കും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ രണ്ടുപേര് അതിൻ്റെ അകത്തുണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പുറകിൽ രണ്ട് വരിയായിട്ട് അച്ഛൻ്റെ പുറകിൽ രണ്ട് വരിയായിട്ട് രണ്ട് വരിയായിട്ട് കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവരെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ ഭൂമിയിൽ ഹോശാന, ദാവീദിൻ സൂര്യനിൽ ഹോശാന, ഹോശാന, ഹോശാന.
വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. രാജാവ് കർത്താവാനും സത്യനുമായ കർത്താവാകുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. ഹോശാന, ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന, ഹോശാന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സാരത്തിന്റെയും നാഥായും നീക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സാരത്തിന്റെയും നാഥായും നീക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക,
ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ സഹോദരി അനുഗ്രഹിക്കട്ടെ. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്നും നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ
ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ താഴ്ത്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. മനോജ്ഞം നിൻ തിരുനാമം കർത്താവേ ഈ ഭൂമിയിലെങ്ങും. നിന്റെ മഹത്വം വാനിനുമീതെ കീർത്തിതമാണെന്നറിവൂ ഞങ്ങൾ. നിന്നുടെ ചിന്തയിലെത്താൻ മാത്രം എന്തൊരു മേന്മ മനുഷ്യരിലുള്ളൂ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 19, തിരുവചനങ്ങൾ 28 മുതൽ. അവനിത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബെത്ഫാഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിനടുത്ത് സമീപിച്ച് എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ചു. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും മുൻകൂട്ടി തന്നെ ഹോശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദ്യമായിട്ട് നേരുകയാണ്. നമ്മൾ ഒലിവും ചില്ലകളൊക്കെ കയ്യിലേന്തി ഹോശാന, ദാവീദിൻ്റെ പുത്രൻ ഹോശാന പാടി നമ്മൾ ആഘോഷമായിട്ടാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഹോശാന എന്ന് പറയുന്നത് ഒരു ജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഈ ഹോശാന നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാവിലും ഈ ഹോശാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിൽ നിന്നാണ് കർത്താവ് നമ്മെ രക്ഷിക്കേണ്ടത്? നമ്മുടെ ജീവിതം എപ്പോഴും പാപപങ്കിലമാണ്. അപ്പൊ കർത്താവേ, ഈ പാപപങ്കിലമായ എൻ്റെ ജീവിതത്തിൽ നിന്നും വിശുദ്ധിയുടെ പരിമളം നിറഞ്ഞ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഈ ഹോശാനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അർത്ഥപൂർണമായിട്ട് മാറുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ശിഷ്യന്മാരെ എന്ത് പറഞ്ഞാണ് അയച്ചത്? യേശു എന്താ പറഞ്ഞ ശിഷ്യന്മാരോട്? ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. അത് പ്രാധാന്യമാണ്.
ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. നമ്മൾ ഇത് മനസ്സിലാകണമെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയിന്മേൽ ഈ രാജകീയ പ്രവേശനം നടത്തുക? പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? എന്താണ് അതിനകത്ത് 3 സംഭവങ്ങളുണ്ട് വാഗ്ദാന പേടകത്തില്. അഹ്റോന്റെ വടിയുണ്ട്, പിന്നെ മന്ന, ഓക്കെ, പിന്നെ വേറെ എന്താ ഉള്ളത്? ദൈവമോശയ്ക്ക് എന്താ കൊടുത്തത്? അപ്പം ഈ വാഗ്ദാന പേടകത്തില് ഈ 3 സംഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ കൽപ്പനയുണ്ട്, മന്നയുണ്ട്, അഹ്റോന്റെ വടിയുണ്ട്. അഹ്റോന്റെ വടി എന്തിനു പ്രതിദാനം ചെയ്യുന്നത്? അഹ്റോൻ ആരായിരുന്നു? പുരോഹിതനായിരുന്നു, അല്ലെ? അപ്പോ ഈ വാഗ്ദാന പേടകം വഹിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആരും കയറിയിട്ടില്ലാത്ത ഒരു മൃഗത്തെയാണ്. മനസ്സിലായോ? അതായത് ഈ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ സാന്നിധ്യമാണ്, അല്ലെ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യമാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയുക. അപ്പൊ ഈ വാഗ്ദാന പേടകം വഹിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന മൃഗം, അത് ഏത് മൃഗമായിരുന്നാലും സാധാരണ ഇത് കഴുതയാണ് ഉപയോഗിക്കുക. ആരും കയറിയിട്ടില്ലാത്ത, ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതയാണ് ഉപയോഗിക്കുക. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതപ്പുറത്ത് അവൻ കയറി വരികയാണ്. അവൻ എന്താണ് പറയുന്നത്? ഞാനാണ് യഥാർത്ഥ ദൈവം. അതുകൊണ്ട് രാജകീയ പ്രവേശനമാണ്. ഇതോടെ നാം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാനാണ് ദൈവം, ഞാനാണ് നിത്യപുരോഹിതൻ എന്ന് അസന്നിഗ്ധമായിട്ട് യേശു പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്തുകൊണ്ടാണ് യേശു ആരും അത് ലൂക്കാസ് സുവിശേഷകൻ മാത്രമേ പറയുന്നുള്ളൂ. മത്തായി സുവിശേഷകൻ ആരും കയറിയിട്ടില്ലാത്തെന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ യേശുവിനെ ആരാധിക്കണം. അവൻ ദൈവമാണ് എന്ന് അവൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ കഴുതക്കുട്ടിയെ അവർ കെട്ടിയിരിക്കുകയാണ്, അല്ലേ? ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണോ? അപ്പം ഈ നമ്മൾ ഒരു മൃഗത്തെ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിടുന്നത് എന്തുകൊണ്ടാണ് കെട്ടിയിടുന്നത്? അത് ഓടിപ്പോകും, നമ്മളായിട്ട് അത്ര പരിചയമായിട്ടില്ല, അല്ലേ? അതുകൊണ്ടല്ലേ കെട്ടിയിടുക. ഇപ്പം നമ്മളൊരു പട്ടി വളർത്താമെന്നുണ്ടെങ്കിൽ പട്ടി ഫ്രണ്ടിലായി കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു വിടും, അല്ലേ? അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ ഇതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയുണ്ട്. നമ്മളൊക്കെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. പലവിധ ബന്ധനങ്ങളാൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പലതുമാകാം. അഹങ്കാരത്തിന്റെ ബന്ധനമാകാം, പണത്തിന്റെ ബന്ധനമാകാം, കൂടുതൽ ജോലി ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്ത അതിന്റെ ബന്ധനമാകാം, അല്ലെങ്കിൽ തെറ്റായ ജീവിത ശൈലിയുടെ ബന്ധനമാകാം, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആകാം, മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ ബന്ധനത്തില് നമ്മൾ ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ യേശു ആരെയാ അയക്കുന്നേ? ആരെ ഈ ഇത് കെട്ടഴിക്കാൻ അയക്കുന്ന ആരെയാണ്? ശിഷ്യന്മാരെയാണ് അഴിക്കാൻ. യേശു അല്ല, യേശു പോയില്ല. ശിഷ്യന്മാരെ അത് കെട്ടഴിച്ച് കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പൊ ഈ കെട്ടഴിക്കൽ എന്താണ് സംഭവം? ബന്ധനഴിക്കുന്നത് എന്താണ്? പാപമോചനം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. ആരോടെ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞു. ഇവിടെ ആരാ അയക്കുന്നേ? ശിഷ്യന്മാരെ അയക്കുകയാണ്. നിങ്ങളത് അഴിച്ചു കൊണ്ടുവരിക. അവിടെ പാപമോചനമാണ്. പാപമോചനം എങ്ങനെ സാധ്യമാകുന്നത്? ഏത് കൂദാശ? കുമ്പസാരം. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതായത് ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമെങ്കിൽ അഴിക്കാനായിട്ട് അധികാരം കൊടുത്തിട്ടുണ്ട്, അല്ലേ? യേശു ആർക്ക് അധികാരം കൊടുത്തത്? ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നെല്ലാം അഴിക്കപ്പെട്ടിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ അത് പാപമോചനം. പക്ഷേ പാപം മോചിക്കുന്നത് ആരാണ്? ഈശോയാണ്. അതിനഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അല്ലേ? അപ്പം എന്ത് മനോഹരമാണ് നമുക്ക് ഇന്നത്തെ വായന നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിന്തകൾ. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഈ ഓശാന ഒരു പ്രാർത്ഥനയാണ് ആദ്യം പറഞ്ഞു. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനമുണ്ട് എങ്കിൽ ആ ബന്ധനം അഴിയണം. നമ്മൾ പാട്ട് പാടാറുണ്ട്, ബന്ധനം വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, അല്ലേ? ആ ബന്ധനമെല്ലാം അഴിഞ്ഞു പോകുന്ന എവിടെയാണ്? വിശുദ്ധമായ കുംഭസാരത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് അതാണ് ദൈവം അധികാരപ്പെടുത്തി അപ്പസ്തോലന്മാരെ അയച്ചു. അവരൊക്കെ പിൻഗാമികളാണ്, വൈദികര്. അവരുടെ അടുത്ത് കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധനമെല്ലാം അഴിഞ്ഞു പോവുകയാണ്, നമ്മളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ജനത്തിൻ്റെ അധരങ്ങളിലുണ്ടായിരുന്ന പ്രാർത്ഥന എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയായിട്ട് മാറണം. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പാപക്കറകളിൽ നിന്ന് കർത്താവേ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ബന്ധനങ്ങളും ഒന്ന് തിരിച്ചറിയണം. ഞാൻ ഈ ബന്ധനത്തിലാണ്, ഇതിനൊരു മോചനം എനിക്ക് ആവശ്യമാണ്. അതിന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കണം. നമ്മൾ വിശുദ്ധമായ കുമ്പസാരത്തിന് അണയുവാൻ സാധിക്കണം. അപ്പോൾ ബന്ധനമെല്ലാം മാറി നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആ ഒരു ജനമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജനത്തിൻ്റെ അധരങ്ങളിലുണ്ടായിരുന്ന പ്രാർത്ഥന അതൊരിക്കലും മറന്നു പോകരുത്. ഓശാന, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായി ഓർസ്ലേമിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. ഓശാന പാടി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. രക്ഷകനും നാഥനുമായി സകല ജനപദങ്ങളും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മിശിഹായെ സ്തുതിക്കുന്നു. ഭൂമിയിൽ ദൈവസ്തുതികൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന ഈ മിശിഹായെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കോട്ടയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വിനയത്തിന്റെയും എളിമയുടെയും മാതൃക ഞങ്ങളെ പഠിപ്പിച്ച മിശിഹായെ സ്തുതിക്കുന്നു. എബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച മിശിഹായെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി തീർന്ന മിശിഹായെ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹായെ നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ നിത്യമഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സ്ഥലത്തിന്റെയും നാഥായും നീക്കും സ്ഥലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കട കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ പോലെ
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നും നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗണങ്ങൾ ചൊരിയുവിനെന്നും നീക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോടാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുന്നവനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനോട് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരസിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തടയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ബൗദ്ധികതയും ശരീരത്തിന്റെ ഉയർപ്പവും നിത്യായുസ്സും ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇവരിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ബ്രദറായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ പിയ ബാപ്റ്റിസ പാത്രിയാർക്കീസിനും പുരോഹിതന്മാർ ശംശാനമാ സമർപ്പിത അൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധിക എന്നിവർക്കും വിശുദ്ധ മാമോദിസായ വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹയെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കഴിഞ്ഞുപോലും ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അവതരങ്ങളെ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങ് ലഭിച്ച മനവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ മുമ്പിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി മുറിക്കപ്പെട്ട ശരീരവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതും ഉടമ്പടിയുടേതുമായ രക്തവും കൈക്കൊള്ളാം. ഇതാ പ്രവാചകനെ സ്പർശിക്കുകയും എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുകയും ചെയ്ത ജീവിപ്പിക്കുന്ന തീപിട്ട ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നമുക്കതിനെ സമീപിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാലത്താനും എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാലമാകട്ടെ. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സകലങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ, ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സകലങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ, ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നിതാ, ഈ തിരുവോസ്തിയിൽ ത്യാഗത്തിനാഴം ഞാൻ അറിയുന്നിതാ, ഈ ദിവ്യകൂദാശയിൽ ഹൃദയം നാഥനായി നൽകാം, ഈ സ്നേഹകൂദാശയിൽ അഭയം നാഥനിലെന്നാൽ മകിൽ ഭാഗ്യമതല്ലോ. ഓരോ നിമിഷവും എന്നിൽ സ്നേഹം തൂകിടും നാഥൻ, ആരും നൽകാത്ത സ്നേഹം നാഥൻ നൽകിയിടും. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സകലങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ, ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നിതാ, ഈ തിരുവോസ്തിയിൽ ത്യാഗത്തിനാഴം ഞാൻ അറിയുന്നിതാ, ഈ ദിവ്യകൂദാശയിൽ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായി ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വചനാഭിഷേക വാർഷിക ധ്യാന പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 2026 മെയ് 29, 30, 31 തീയതികളിൽ വിശുദ്ധ നാട്ടിലെ വിശ്വാസികൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന വചനാഭിഷേക വാർഷിക ധ്യാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ധ്യാനത്തിന് നേതൃത്വം നൽകാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഡാനിയേൽ അച്ഛനെയും ടീമിനെയും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിറയ്ക്കണമേ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ ഈ ധ്യാനത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നവർ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സ്നേഹമായ ദൈവമേ, അങ്ങേ സ്നേഹം മനസ്സിലാക്കാതെ ലോകത്തിന്റെ പുറകെ പോയി പാപത്തിൽ അടിമപ്പെട്ടുപോയ ഞങ്ങളുടെ ജീവിതങ്ങളെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ നിറച്ച് പുതുസൃഷ്ടിയാക്കണമേ. വചനമായ ദൈവമേ, ഈ വാർഷിക വചനാഭിഷേക ധ്യാനത്തിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്ന ബോധ്യം ഞങ്ങളിൽ നിറച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും ഒരിക്കൽ കൂടി ഓശാനയുടെ തിരുനർമ്മങ്ങളെ ഹൃദ്യമായിട്ട് നേരുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. വിശുദ്ധ വാരത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളും സാധ്യമല്ലാത്തൊരു സ്ഥിതിയിലാണ്. ആകെ ദ്വീപിൽ അർപ്പിക്കുന്നത് ടെല്ലവീലും പിന്നെ അത് കഴിഞ്ഞാൽ നെഥാനിയിലുമാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും വിശുദ്ധ ബലിയർപ്പണം നടക്കുന്നില്ല. കാരണം പലർക്കും വരുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലേ? ഉണ്ട്, മൊത്തം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആർക്കും ഭയമില്ല. നിങ്ങൾക്കൊന്നും പേടിയില്ലേ? ടെല്ലവീലെ ആൾക്കാരായിട്ട് ചോദിക്കുന്ന, മറ്റ് കമ്മ്യൂണിറ്റികൾ ചോദിക്കുന്ന, നിങ്ങൾക്കൊന്നും പേടിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. തമ്പുരാൻ്റെ സംരക്ഷണമുണ്ട്. ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തമ്പുരാൻ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ബോംബിനെയും നിർവീര്യമാക്കാൻ കഴിയുന്ന ശക്തമായ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. അപ്പോൾ ആ വിശ്വാസം നമ്മളെ വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ 2026 ആദ്യത്തെ നെഥാനിയേലെ ഓശാന തിരുക്കർമ്മങ്ങളാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇടയ്ക്ക് എടുത്ത് കാണാവുന്നതാണ്. നമ്മുടെ വിശുദ്ധ വാരത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളും യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ലൈവ് ഉണ്ടായിരിക്കും. നാളെ ടെല്ലവീലെ ഓശാനയുടെ തിരുക്കർമ്മങ്ങളുണ്ട്. ഈ യുദ്ധത്തിൻ്റെ നടുവിലും നമ്മൾ ഓശാന ചെറിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. നെഥാനിയ കഴിഞ്ഞ അടുത്തത് ടെല്ലവീവ് ആണ്. രാവിലെ 8:30 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന, ജപമാല. തുടർന്ന് നാളെ പ്രത്യേകമായിട്ട് നമ്മുടെ രൂപതാധ്യക്ഷൻ്റെ പേരെന്താണ്? ബബ്ബ കളിക്കരുത്. നാട്ടിലെ മെത്രാൻ്റെ പേര് പറയരുത്. നമ്മളിപ്പോൾ ഇത് രൂപത ഏതാണ് അതും അറിയത്തില്ല. ലാറ്റിൻ പാട്രിയാർക്കേറ്റ് ഓഫ് ജെറൂസലം. രൂപത ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രൂപത തലശ്ശേരിയാണ്, എൻ്റെ രൂപത കൊല്ലമാണ്, ട്രിവാൻഡ്രമാണ്, അല്ലെങ്കിൽ എറണാകുളമാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എൻ്റെ രൂപത ഞാൻ എവിടെ ആയിരിക്കുന്നു അതാണ് എൻ്റെ രൂപത. ലാറ്റിൻ പാട്രിയാർക്കേറ്റ് ഓഫ് ജെറൂസലം. അതിൻ്റെ പാത്രിയാക്കീസ് ആണ് ആര്? പിയർ ബാപ്റ്റിസ്റ്റ പാത്രിയാക്കീസ്, കർദിനാളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ പേര് മറന്നു പോകരുത്. രൂപതാധ്യക്ഷൻ്റെ പേര്, നാട്ടിലെ മെത്രാൻ്റെ പേര് പറഞ്ഞേക്കരുത്. അത് ഷെയിമാണ്. പിയർ ബാപ്റ്റിസ്റ്റ പാത്രിയാക്കീസ്.
ബാപ്റ്റിസ്റ്റ അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നാളെ രൂപതാധ്യക്ഷൻ പ്രാർത്ഥനാ ദിനമായിട്ട് നമ്മുടെ രൂപതയിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നാളത്തെ ദിവസം പ്രാർത്ഥനാ ദിനമായിട്ട് യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ ദിനമായിട്ട് നമ്മുടെ രൂപത ലാറ്റിൻ പാട്രിയാർക്കേറ്റ് ഓഫ് ജെറുസലേമിൽ പ്രാർത്ഥനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ നാളെ ലൈവിൽ നമ്മുടെ ചെറിയ പ്രാർത്ഥന ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, യൂട്യൂബ് ചാനൽ പറ്റാത്തവർക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പെസഹായുടെ തിരുക്കർമ്മങ്ങൾ പെസഹ വ്യാഴാഴ്ച രാത്രി 8:30 മണിക്ക് ടെല്ലവിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കാലുകഴുകൽ ശുശ്രൂഷ, അതിനുശേഷം നമ്മുടെ ദിവികാരന് ചെറിയൊരു പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ആരാധനയ്ക്ക് അല്പസമയം നമ്മൾ ആരാധന ഉണ്ടായിരിക്കും. അതൊക്കെ ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം. കഴിഞ്ഞ ശനിയാഴ്ച 50 പേരെന്ന് പറഞ്ഞിട്ട് 100 കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നു. ലൈവ് കണ്ടവർക്ക് അത് കാണുവാൻ സാധിക്കും. പക്ഷേ എല്ലാം തമ്പുരാൻ കാത്തു, തമ്പുരാൻ്റെ സംരക്ഷണം. അതുപോലെ വിശുദ്ധ ഔസേപ്പിതാവ് ഈ കലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ആണ് ഞങ്ങൾ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചത്. അപ്പോൾ വിശുദ്ധൻ്റെ സംരക്ഷണം ഭയങ്കരമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. യാതൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല അധികാരികളുടെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ ഇറാൻ്റെ അല്ലെങ്കിൽ ഈ മിസൈലിൻ്റെ അറ്റാക്കൊന്നും ഇല്ലായിരുന്നു. വളരെ ശാന്തമായിട്ട് ഞങ്ങൾ തിരുനാൾ ആഘോഷിച്ചു. കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ കൂടെ വന്ന സന്ദീപിനോട് ചോദിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പെസഹാഴ്ച തിരുക്കർമ്മങ്ങൾ. ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സെൻറ്റ് പീറ്റർ ദേവാലയം യാഫോയിൽ വെച്ചാണ് നടത്തപ്പെടുക. കാരണം ദേവാലയം അത് കഴിഞ്ഞാൽ ഫ്രീ അല്ല, അതും ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ അവസാന ദുഃഖശനിയാഴ്ച രാത്രി 11 മണിക്കാണ്. എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ 11 മണിക്ക് സെൻറ്റ് പീറ്റർ ദേവാലയം യാഫോയിൽ വെച്ചായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ എല്ലാം ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സ്വർഗീകരിക്കുന്നവർക്ക് ഭയങ്കര എന്താണ് സുഖമാണോ? പക്ഷെ മുഖം കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഒന്ന് പുഞ്ചിരിച്ച് ഇരുന്നവിടെ. ചിലരൊക്കെ ഈ സമാധാനം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ദേഷ്യമുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്. ചിരിക്കത്തില്ല. മറ്റുള്ളവർ കാണുമ്പോൾ എന്തോ ഞാൻ പിന്നെ കണ്ടോളാവുന്ന രീതിയിലാണ് മറ്റുള്ളത് നോക്കിയിട്ട്. അങ്ങനെയല്ലേ? ഒന്ന് പുഞ്ചിരിച്ച് സമാധാനം കൊടുത്തൂടെ? അച്ഛൻ സ്തുതി ചെല്ലുമ്പോൾ ഞാൻ ചിരിക്കുന്ന അച്ഛൻ്റെ നിങ്ങൾ പുഞ്ചിരിക്കുന്ന ഓർത്തിട്ടാണ്. ചിലർ ഞാൻ ചിരിക്കുകയല്ല, അങ്ങനെ ഇതാണ്. അപ്പോൾ ഒരു പുഞ്ചിരിച്ചൊരു മനോഭാവം എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുഞ്ചിരിക്കുക, എല്ലാ പ്രശ്നങ്ങളും മാറും കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? അപ്പോൾ അടുത്ത മാസം പതിവ് പോലെ നമ്മുടെ വിശുദ്ധ ബലിയർപ്പണം ഉണ്ടായിരിക്കും. ഓക്കെ, വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഇന്ന് നേർച്ച കൊണ്ടുവന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഈ നമ്മുടെ ഒലിവിൻ്റെ ചില്ലകൾ പലരും കൊണ്ടുവന്നതായിട്ട് കണ്ടു. ഇതാണ് പങ്കാളിത്തം എന്ന് പറയുക. അതായത് ഇതാവശ്യമുള്ളത് എല്ലാവരും കൂടി സഹകരിക്കുമ്പോഴാണ് ഒരു ദേവാലയമായിട്ട് മാറുക. ഇത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ളതല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ എന്ന് പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു മാതൃകയാണ്. എല്ലാവരും കുറച്ച് കൊണ്ടുവരിക, അതുപോലെ നേർച്ചയായാലും കുറച്ച് കൊണ്ടുവരിക, അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. ഇതാണ് സഭ എന്ന് പറയുക. ഇങ്ങനെയാണ് സഭ വളരുക. നമ്മുടെ ആദിമ ക്രൈസ്തവർ ഇതായിരുന്നു കൂട്ടായ്മ. അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ ഇനിയും വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏവർക്കും അനുഗ്രഹദായകമായ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ ജോലിയെയും നിങ്ങളായിരിക്കുന്നിടങ്ങളെയും ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങളെയും വിജയത്തിലെത്തിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നവരായി ഞങ്ങൾ
സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന അഭിരാമം അങ്ങേ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥായും നീക്കും. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലി വഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശുദ്ധ കലങ്ങളെ മലിനമാകാതെ കാക്കണമേ. നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെയും അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ കാത്തുകൊള്ളുകയും ചെയ്യണം. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ വയ്ക്കുന്നവർ യുദ്ധത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിഗണിച്ച സൗഭാഗ്യത്തിന് മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയെന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകർത്തു നൽകി ദൈവബലിയോടെ. അമ്മയെന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകർത്തു നൽകി ദൈവബലിയോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുക്കും. സ്വർഗത്തിലും കരുതി വച്ച അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകർത്തു നൽകി ദൈവമറിവോടെ. അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. വിശുദ്ധ കുരിശിന്റെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ എല്ലാവർക്കും ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ചിരിക്കാവുന്നതാണ്. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ കൂട്ടായ്മയെ നയിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ക്രിസ്തോയാണ്. അപ്പൊ ക്രിസ്തോയ്ക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
Thank you.